Watch full episodes on Jio Hotstar. ഇന്ന് ഞാനൊരു അടിപൊളി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ മോട്ടു പത്ലുവിനെ എന്റെ വഴിയിൽ നിന്ന് മാറ്റിയിട്ടേ അടങ്ങൂ. കൊള്ളാം ബോസ് കൊള്ളാം. ഇത് ശരിക്കും ജോക്ക് തന്നെ. ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങ് ഒരു നല്ല ജോക്ക് പറഞ്ഞു. എടാ തലയിൽ ആൾ താമസമില്ലാത്തവനെ, നീ എന്താടാ പറഞ്ഞത്? ഞാൻ എന്ത് പറയുന്നു അത് ഞാൻ ചെയ്തിരിക്കും. ചില സമയത്ത് ഞാൻ പറയാത്തത് വരെ തീർച്ചയായും ചെയ്തിരിക്കും. മനസ്സിലായടാ മരം വണ്ട. ഇന്ന് ഞാൻ മോട്ടു പത്ലുവിനെ എന്റെ വഴിയിൽ നിന്ന് മാറ്റിയിട്ടേ അടങ്ങും. എന്റെ സയന്റിസ്റ്റ് സുഹൃത്ത് ഇതാ വന്നോണ്ടിരിക്കുകയാണ്. ഇതെടുത്തോളൂ. ഈ മരുന്ന് 2 തുള്ളി കഴിപ്പിക്കൂ. എന്നിട്ട് അവരെ വലിയ കുട്ടികളാക്കൂ. അപ്പോ അവർ കുട്ടികളെ പോലെ പെരുമാറും. അവരുടെ ശരീരം വലുത് തന്നെയായിരിക്കും, പക്ഷെ ബുദ്ധി കുട്ടികളുടേതുപോലെ ആയിരിക്കും. ഇനി പറ നമ്പർ 1, നമ്പർ 2 എന്ത് പറയുന്നു? എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? ബോസ്, പ്ലാനൊക്കെ കൊള്ളാം. ഇത് ജോണായിരിക്കും. ഡോൺ. ഗുഡ് മോർണിംഗ് സർ. ഞങ്ങൾ സർക്കാരിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിനായി ഈ മരുന്ന് 2 തുള്ളി കഴിച്ചാൽ നിങ്ങൾക്ക് പിന്നെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എന്റെ പത്ലു ഒന്ന് വേഗം വരൂ. ഇത് നല്ലൊരു സ്കീമാണ് കേട്ടോ. 2 തുള്ളി കഴിച്ചാൽ ജീവിതകാലം മുഴുവൻ രോഗമില്ലാതെ ജീവിക്കാമെന്നോ? താങ്ക് യു ഡോക്ടർ. നിങ്ങൾ പറഞ്ഞ ആ മരുന്നിന്റെ 2 തുള്ളി ഞങ്ങൾക്കും തന്നേക്ക്. നിങ്ങൾ രണ്ടുപേരും ഇപ്പോ ബുദ്ധി കൊണ്ട് കുട്ടികളായി മാറും, പക്ഷെ ശരീരം വലുത് തന്നെയായിരിക്കും. വാ എന്റെ മക്കളെ, പെട്ടെന്ന് അച്ഛന്റെ അടുത്തേക്ക് വരൂ. വരൂ വരൂ. ബോസ് ബോസ്, ഇവർ നിങ്ങളെ അച്ഛനായിട്ടാ കരുതുന്നേ. യാഹൂ! നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നു. കണ്ടില്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നു. ജോണെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കാണിച്ചിരിക്കും. മോട്ടു പത്ലുവിന്റെ ബുദ്ധി പിള്ളേരുടെ പോലെ ആയിരിക്കുന്നു. ഇനി നമുക്ക് സൗകര്യം പോലെ മോഷ്ടിക്കാമല്ലോ. അച്ഛാ നിക്കൂ. അച്ഛാ, ഞങ്ങളെ വിട്ടേച്ച് പോകരുത്. അച്ഛാ, എന്റെ പ്രിയപ്പെട്ട അച്ഛാ, അച്ഛാ. ഞങ്ങളുടെ പപ്പ ചക്കരമുത്ത് വാവ താടി വെച്ച അച്ഛൻ. ആരുടെ അച്ഛൻ? എവിടുത്തെ അച്ഛൻ? എങ്ങനത്തെ അച്ഛൻ? മാറി നിക്കടേ, ഞാൻ നിങ്ങളുടെ അച്ഛനൊന്നുമല്ല. അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു. അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു. വേണ്ട മോനെ വേണ്ട, കരയണ്ട, പാല് തരാട്ടോ. ഇട വെട്ടന്മാരെ, നിങ്ങൾ എന്തിനാ ഈ ദുരന്തങ്ങളെ എടുത്തോണ്ട് പോകുന്നത്? താഴെ ഇറക്കവരെ. എന്റെ പ്രിയപ്പെട്ട അച്ഛാ, അച്ഛാ. ഒന്ന് മിണ്ടാതിരിക്കുക, ഒന്ന് അടങ്ങിയിരിക്കുക. നിങ്ങൾ പോയി വല്ല പിള്ളേരുടെ കൂടെയും കളിക്കുക. എനിക്ക് ചോക്ലേറ്റ് വേണം, ഈ ചോക്ലേറ്റ് വേണം. ഇവന്മാർ എന്ത് പറഞ്ഞാലും കരച്ചിലാണല്ലോ. എടാ പോടാ, പോയി ചോക്ലേറ്റ് മേടിച്ചോണ്ട് വാ. എന്തിനാ എന്നെ തല്ലുന്നത്? Thank you, ചിറ്റപ്പ. ചിറ്റപ്പ നല്ല ചിറ്റപ്പനാ. ഡോക്ടർ ജഡ്ക, ഡോക്ടർ ജഡ്ക, എനിക്കൊരു വലിയ തെറ്റ് സംഭവിച്ചിരിക്കുന്നു. ഇവരെ ഒന്ന് ശരിയാക്കാമോ? ശരിയാക്ക പ്ലീസ്. ഓ ജോൺ, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇവർക്ക് എന്താ പറ്റിയത്?
ഇവന്മാർ എന്നെ ശരിക്കും ശ്വാസം വിടാൻ പോലും സമ്മതിക്കുന്നില്ല. ഇനി നിങ്ങൾ തന്നെ ഇവരെ ശരിയാക്ക. പൊളിച്ചെടുത്തല്ലോ. നിങ്ങൾ രണ്ടാളും ഇങ്ങോട്ടൊന്ന് വന്നേ. കുട്ടികളെ നോക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. പൊളിച്ചെടുത്തല്ലോ. ഡോക്ടർ ചക്ക ഒന്ന് വേഗം ആവട്ടെ. ഒന്ന് ഉത്സാഹത്തോടെ ശ്രമിച്ചു നോക്കൂ. അല്ലെങ്കിൽ ഇവര് രണ്ടുപേരും ചേർന്ന് എന്റെ പരിപ്പ് ഇളക്കും. വേണ്ട, വിട്ടേക്ക്. വേണ്ട, ഡോക്ടർ ചക്ക രക്ഷിക്കണേ. ഇല്ല പറഞ്ഞ വലിയേട്ടാ, ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യുവാ? ഓ ചങ്ക്, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്റെ ഇഞ്ചക്ഷൻ കാരണമാ ശരിയായത്. ഇനി ജോണിനെ ഒരു പാഠം പഠിപ്പിക്കാനായി നമ്മൾ ഈ നാടകം കുറച്ചു നേരം കൂടി കളിക്കേണ്ടതായിരിക്കുന്നു. എന്താ മോട്ടു? അതെ പത്ലു, നടക്കന്റെ കുതിരെ ടിക് ടിക് ടിക്. അച്ഛൻ വന്നു, അച്ഛൻ വന്നു, അച്ഛൻ കുതിരയാവ്, അച്ഛൻ കുതിരയാവ്. പോ എന്റെ കുതിരെ ടിക് ടിക് ടിക്, പോ എന്റെ കുതിരെ ടിക് ടിക് ടിക്. ഞാൻ വടി കൊണ്ട് തടി മേടിച്ചെന്നാ തോന്നുന്നത്. ഇറങ്ങടാ ഇറങ്ങടാ, മാന്യന്മാരെ പോലെ പെരുമാറാൻ പഠിക്കേ. എന്തിനാടാ എന്റെ ചന്തി കടിക്കുന്നത്? വിടറാ, മാറാം. പെട്ടെന്ന് ഓടിക്കാ ഇവിടുന്ന്, അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ ശരിയാക്കി തരുന്നുണ്ട്. മുത്തശ്ശ, മുത്തശ്ശ. ഞങ്ങളുടെ പിള്ളേരുടെ ദേഹത്തെങ്ങാനും കൈവച്ചാലുണ്ടല്ലോ. ജീവിതത്തിൽ ആദ്യമായിട്ടാ പിള്ളേരെ കിട്ടുന്നത്. ഇത് കണ്ടില്ലേ, എന്റെ അടിമകൾ എനിക്ക് നേരെ കൈ ഉയർത്തുന്നു. അതിന് മാത്രം എന്താണ് ഈ പിള്ളേർക്കുള്ളത്? ഉറക്കം വരുന്നു, ഒരു കഥ പറഞ്ഞു തരുവോ? ഇവന്മാരെ കഥ പറഞ്ഞങ്ങ് ഉറക്കിക്കളയാം. പിന്നെ ഇവന്മാരെ എവിടെയെങ്കിലും ദൂരെ കൊണ്ടുപോയി കളഞ്ഞിട്ട് വരാം. അപ്പൊ ശരി, കഥ കേട്ടോളൂ. ഒരിടത്തൊരു കള്ളനുണ്ടായിരുന്നു. അവൻ രാത്രി മോഷ്ടിക്കാൻ ഇറങ്ങി. ഈ കഥ വേണ്ട, ഈ കഥ വേണ്ട. എന്നാൽ അടുത്തത് കേട്ടോ. ഒരിടത്തൊരു രാജാവും റാണിയും ഉണ്ടായിരുന്നു. രാത്രിയായപ്പോ രാജാവ് വേഷം മാറി മോഷ്ടിക്കാൻ ഇറങ്ങി. ചീത്ത കഥയാ. എപ്പോഴും ഈ കള്ളന്റെ കഥ മാത്രമേ പറയുള്ളൂ. ഒരു കള്ളനായ പിന്നെ കള്ളന്റെ കഥയല്ലേ പറയാൻ പറ്റൂ. അച്ഛാ, നല്ലൊരു കഥ പറ. എന്നിട്ട് എന്താ ഉണ്ടായേ? എന്നെ കൊണ്ടെങ്കിൽ പറ്റത്തില്ല. വേണമെങ്കിൽ കിടന്ന് ഉറങ്ങട, പോയി കിടന്ന് ഉറങ്ങ്. മുത്തശ്ശ, അച്ഛൻ കഥ പറഞ്ഞു തരുന്നില്ല. ബോസ്, ഞങ്ങളുടെ അനന്തരവരെ നിങ്ങൾ കരയിച്ചോ? ഇത് ഞങ്ങൾ സഹിക്കില്ല. വേറെ കഥ പറയും. ജീവിതത്തിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷെ ഇതുപോലത്തെ പിള്ളേരുടെ അടുത്ത് എനിക്ക് കളിക്കാൻ നിൽക്കത്തില്ല. മോട്ടു പത്രവിനെ ഒരിക്കലൊന്ന് പിള്ളേരാക്കിയതേ ഉള്ളൂ. അപ്പോഴേക്ക് ഇവന്മാരെന്നെ അച്ഛൻ, അമ്മ, മുത്തശ്ശി, മുത്തശ്ശൻ, അമ്മാവൻ ഇവരുടെ എല്ലാം ഓർമ്മ കൊണ്ടുവന്നു. ഞാൻ പറയുന്നു കഥ പറയാൻ. പറയാം, കഥ പറയാതെ. അപ്പോഴേക്ക് നിങ്ങൾ പോയി ഇവർക്ക് തിന്നാനുള്ള ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടു വാ. കമൽപൂരിൽ ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് കടയുമുണ്ട്. വേഗം ചെല്ല്. ഞങ്ങൾ ഇപ്പൊ തന്നെ പോകാം ബോസ്. ഇപ്പൊ ഇവന്മാരെ ഉറക്കിയിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയേക്കാം. ആ ശരി മക്കളെ, താരാട്ട് പാട്ട് കേട്ടോളൂ. ഉണ്ണി വാവോ, പൊന്നുണ്ണി വാവോ, നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാടൂ.
ഇല്ല ഇല്ല. തെറ്റ് സംഭവിച്ചു പോയി, എന്നോട് ക്ഷമിക്കൂ. ഒരു തവണത്തേക്കെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്. ഉറപ്പാണോ? ഉറപ്പാണെന്നോ? ഒരു 1.5 ഉറപ്പ്. എങ്കിൽ ശരി, ഇനി ഇതുപോലെ ഒരിക്കലും ആവർത്തിക്കരുത്, മനസ്സിലായോ? ഒരിക്കലുമില്ല, ഒരിക്കലും ചെയ്യില്ല. നിങ്ങൾ രണ്ടുപേരും നേരെയായോ? അതെ, ഡോക്ടർ ജഡ്ക ഞങ്ങൾ അപ്പോഴേ ശരിയാക്കിയതാണ്. എന്ത്? എന്നെ എത്ര ഇടിച്ചു, എത്ര അധികം ബുദ്ധിമുട്ടിച്ചു. അതേ വലിയേട്ട, എന്തായി ചെയ്യുന്നത്? മോട്ടു, ഞാനൊരു റോബോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇത് കള്ളം പറയുന്നവനൊക്കെ എളുപ്പത്തിൽ കണ്ടുപിടിക്കും. എന്നിട്ട് അവന്റെ കരണം നോക്കി നല്ല അടി കൊടുക്കുകയും ചെയ്യും. വാവ്, അടിപൊളി. ആരെങ്കിലും കള്ളം പറഞ്ഞാ ഇത് മനസ്സിലാക്കി തരും ഇത് കള്ളം പറയാണെന്ന്. അവന്റെ മുഖത്ത് നല്ല അടി കൊടുത്ത് അവന് ശിക്ഷയും കൊടുക്കും. ഹലോ മോട്ടു പത്ലു, ഒന്ന് വേഗം വന്നേ. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല ജോൺ കള്ളമാണോ സത്യമാണോ പറയണെന്ന്. അവന്റെ അടുത്തുനിന്ന് എനിക്കൊരു അർജന്റ് ഇൻഫോർമേഷൻ വാങ്ങാനുണ്ട്. ഞാൻ വേഗം തന്നെ വരാം ചിങ്കം സാറേ. വലിയേട്ടാ, ഈ റോബോട്ടിനെ ചെക്ക് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ഞങ്ങൾ ഇതിനെ ചിങ്കം സാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. ജോൺ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നാളെ ഇതിനെ നിങ്ങൾക്ക് തിരിച്ചു തന്നേക്കാം, ഓക്കെ? ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇതിനെ സൂക്ഷിച്ചു കൊണ്ടുപോണേ. ഞാൻ എന്റെ തീവ്രമായ ബുദ്ധി ഉപയോഗിച്ച് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു റോബോട്ടാ ഇത്, കേട്ടോ? കള്ളം പറയരുത്. പൊളിച്ചെടുത്തല്ലോ. അതിന്റെ അർത്ഥം ഡോക്ടർ ചട്ക നുണ പറയായിരുന്നു. അദ്ദേഹത്തിന്റെ ബുദ്ധി ഉപയോഗിച്ച് അത് ഉണ്ടാക്കിയതെന്ന്. ഓ എന്റെ ചങ്ക്, ഞാനിത് വേറൊരു സയന്റിസ്റ്റിന്റെ ഹെൽപ്പ് വാങ്ങിച്ചിട്ടുണ്ടാക്കിയതാ. ഇപ്പൊ ഇതിനെ ഒന്ന് കൊണ്ടുപോ. ഇവിടെ നിന്നാൽ ഇത് ഇനി എന്നെ തല്ലിക്കൊണ്ടിരിക്കോ. ജോൺ, സത്യം പറഞ്ഞോ, നീ ഇന്ന് വരെ മോഷ്ടിച്ച സാധനങ്ങളൊക്കെ അത് എവിടെയാണ് നീ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? വേഗം പറഞ്ഞോ. നീ മര്യാദയ്ക്ക് സത്യം പറയുന്നതാണ് നല്ലത്. ഞാൻ സത്യ പറയുന്നത് സാറേ, ഞാൻ ഇതുവരെ മോഷ്ടിച്ചിട്ടേ ഇല്ല. ചിങ്കം സാറേ, ഒരു മിനിറ്റ് നിക്ക്. ഇപ്പൊ നമുക്ക് പാലിൽ നിന്ന് വെള്ളത്തെ വേർതിരിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അതിന് പാൽ എവിടെയുണ്ട്, വെള്ളം എവിടെയുണ്ട്? എന്റെ മോട്ടു, അതൊരു പഴഞ്ചൊല്ലാണ്, പഴഞ്ചൊല്ല്. ചിങ്കം സാറേ, ഡോക്ടർ ജഡ്കയുടെ ലൈ ഡിറ്റക്ടിംഗ് റോബോട്ട് ഇപ്പൊ സത്യം വെളിച്ചത്ത് കൊണ്ടുവരും. ഒരു പ്രാവശ്യം നിങ്ങൾ ഒന്നുകൂടെ ചോദ്യം ചോദിക്കേ. ഓക്കെ, ഞാൻ വീണ്ടും ചോദിക്കാം. ഏയ്, നീ മോഷ്ടിച്ച സാധനങ്ങളൊക്കെ എവിടെ? എനിക്കറിഞ്ഞൂടാ. ഞാൻ മോഷണമൊക്കെ പണ്ടേ നിർത്തിയ കാര്യമാണ് സാറേ. കള്ളം പറയരുത്. ഞാൻ പറയാം. ഞാൻ ഇന്നൊരു ബാങ്കിൽ കൊള്ളയടിച്ചു. അതിന്റെ മുതലൊക്കെ എന്റെ താവളത്തിലുണ്ട് സാറേ. ബാക്കിയുള്ളതെല്ലാം കാട്ടിലെ ഗുഹയില, ഗോഡൌണിന്റെ പുറകിൽ, മലയുടെ അപ്പുറത്ത്, പുഴയുടെ തീരത്ത്. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഒന്ന് നിർത്ത്. ഞാനാകെ തളർന്നു പോയിരിക്കുകയാണ്. ഇത്രേ ഉള്ളൂ. ഇതാണ് എന്റെ മുഴുവൻ ഓട്ടോ ബയോഗ്രാഫി. ഒരുപക്ഷെ ഈ റോബോട്ടിന് എന്റെ കൈ കിട്ടിയാൽ ഞാൻ കോടീശ്വരനായി മാറുന്നതായിരിക്കും. റോബോട്ടിന്റെ അടുത്ത് ഓടറേ. ഏയ്, അപമാനിച്ചെന്ന് പിടിക്ക്.
എനിക്ക് തോന്നുന്നത് ഈ റോബോട്ട് കേടായി പോയതാ. കണ്ടില്ലേ, തീപ്പൊരിയൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവനെ നമുക്ക് ടെസ്റ്റ് ചെയ്യണമെന്നാ. അപ്പൊ ശരി, ഒരു കള്ളം പറഞ്ഞു നോക്ക്, എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാമല്ലോ. ഈ റോബോട്ട് എന്റെയാണ്, ഇതിനെ ഞാനാണ് ഉണ്ടാക്കിയത്. ഏയ്, നോക്ക്, ഇത് നമ്മളെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇത് കേടായതാകാനാണ് സാധ്യത. ശരി ബോസ്, നമുക്കൊരു വശം സത്യം പറഞ്ഞാലോ? ഓക്കേ, എന്റെ പേര് ജോൺ എന്നാണ്. എന്റെ തൊഴില് മോഷണമാണ്. എടാ, ഇതിപ്പോ സത്യം പറയുമ്പോഴാണല്ലോ തല്ലുന്നത്. സെറ്റിംഗ് ചേഞ്ച്, പ്രോഗ്രാമിംഗ് സെറ്റിംഗ് ചേഞ്ച്. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാലേ തല്ലൂ. പൊളിച്ചേ! നമുക്ക് നമ്മുടെ റോബോട്ടിന് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ആ ജോണില്ലേ, ഇവനെ കണ്ട് പേടിച്ച് ഓടിക്കാണണം. മോട്ടു ബ്രഷ് ചെയ്യ്, എന്നിട്ട് ചായക്കടക്കാരൻ ചേട്ടന്റെ അടുത്തേക്ക് പോകാം. പത്തിലു, ഞാൻ ബ്രഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുപോലെ പറയരുത്. ഇത്രയും വലുതായിട്ട് നിനക്ക് ഇങ്ങനെ നുണ പറയാൻ നാണമാവുന്നില്ലേ? പോയി ബ്രഷ് ചെയ്യ്. എന്നെ കൊണ്ട് നിങ്ങൾ ബലമായി പല്ല് തേപ്പിച്ച് കളഞ്ഞു അല്ലേ? ഇനി അതുപോലെ പറയരുത്. നീ തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്. ഞാൻ നിന്റെ കൂട്ടുകാരനല്ലേ, അതുകൊണ്ടാ ഞാൻ നിന്നെ ഇങ്ങനെ കെയർ ചെയ്യുന്നേ. ഇനി അതുപോലെ പറയരുത്. എന്റെ അമ്മേ. പത്തലു, റോബോട്ട് നിന്റെ കള്ളം കണ്ടുപിടിച്ച് കളഞ്ഞു. ഇത്രയും നാള് നീ എന്റെ കൂട്ടുകാരനാന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചില്ലേ? ഞാൻ നിന്നെ നല്ലൊരു കൂട്ടുകാരനായിട്ടായിരുന്നു കണ്ടത്. പക്ഷെ ഈ റോബോട്ട് ഒരു സെക്കൻഡ് കൊണ്ടത് കണ്ടുപിടിച്ചില്ലേ? മോട്ടു മോട്ടു, ഞാൻ പറയുന്നത് കേക്ക്. അതെ, എനിക്കൊന്നും കേക്കണ്ട. ഇന്ന് നിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുന്നു. നീ എന്നെ ഇത്രയും നാള് ചതിക്കുകയായിരുന്നു. ഇതുപോലെയുള്ള കൂട്ടുകാരനെ ഇനി എനിക്ക് വേണ്ട. ഞാൻ ഇനി ഒരു സെക്കൻഡ് പോലും ഇവിടെ നിൽക്കില്ല. ചിങ്കം സാർ, പത്തലു എന്നെ ചതിച്ചു കളഞ്ഞു. ഇത്രയും നാൾ അവൻ എന്റെ കൂട്ടുകാരനെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് നാടകം കളിക്കുകയായിരുന്നു. അവൻ എന്റെ കൂട്ടുകാരനല്ലായിരുന്നു. റോബോട്ട് അവന്റെ കള്ളത്തരം കണ്ടുപിടിച്ചു. ഡോണ്ട് വറി, ഞാൻ തന്റെ സുഹൃത്താണല്ലോ, തന്റെ യഥാർത്ഥ സുഹൃത്ത്. ഇനി അതുപോലെ പറയരുത്. എന്റെ അമ്മോ! നിങ്ങളും എന്റെ കൂട്ടുകാരനല്ല. ഞാൻ നിങ്ങളും എന്റെ കൂട്ടുകാരനാണെന്ന് വിചാരിച്ചു പോയി. പത്തലു എന്റെ കൂട്ടുകാരനല്ല. ചിങ്കം സാറും എന്റെ കൂട്ടുകാരനല്ല. ആരും തന്നെ എന്റെ കൂട്ടുകാരല്ല. പക്ഷേ എന്റെ മോട്ടു, ഞാൻ നിന്റെ കൂട്ടുകാരനല്ലേ, ഏറ്റവും നല്ല കൂട്ടുകാരൻ. അയ്യോ, എന്റെ ഡോക്ടർ ഡട്ക, മോട്ടുവിന്റെ റോബോട്ട് എന്നെ ഒരുപാട് തല്ലി. ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, അവന്റെ കൂട്ടുകാരനാന്ന്. എന്റെ രോഗികളാണ് സത്യം. എനിക്ക് തോന്നുന്നത് ആ റോബോട്ടിന് എന്തോ തകരാറ് പറ്റിയെന്നാ. വരൂ, നമുക്ക് പോയൊന്ന് നോക്കാം. എനിക്കറിയാം ഞാൻ മോട്ടുവിന്റെ യഥാർത്ഥ സുഹൃത്താണെന്ന്. പിന്നെന്തിനാ റോബോട്ട് അടിച്ചത്? എന്താ കാര്യം? നിൽക്കവിടെ, ഇപ്പൊ മനസ്സിലാക്കി തരാം. വരൂ, ഇതിനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്റെ കയ്യിൽ ജിലേബിയാണ്. ഇപ്പൊ കണ്ടില്ലേ, നുണ പറയുമ്പോ ഇതാരെയും അടിക്കുന്നില്ല. ഇപ്പൊ സത്യം പറഞ്ഞു നോക്കാം. എന്റെ കയ്യിൽ സമോസയാണ്. അതിന്റെ സെറ്റിംഗ്സ് എല്ലാം മാറിപ്പോയിരിക്കുക ചങ്കേ. അതിപ്പോ സത്യം പറഞ്ഞാലാ അടിക്കുന്നത്. സോറി പത്തലു, സോറി. തെറ്റ് സംഭവിച്ചു പോയതാണ്. സുഹൃത്തുക്കളുടെ ഇടയിൽ നോ സോറി, നോ താങ്ക് യു. നമ്മളൊക്കെ പരസ്പരം കൂട്ടുകാരാണ്. അതും വളരെ സത്യസന്ധരായ കൂട്ടുകാർ.
ഐഡിയ. എന്താ ഒന്ന് വേഗം പറഞ്ഞേ. മോട്ടു, സമൂസ കഴിക്ക്, പണി തുടങ്ങിക്കോ. റോബോട്ട് ചേട്ടാ, ഇപ്പൊ നിങ്ങളും മോട്ടുവും തമ്മിൽ ഒന്ന് ഏറ്റുമുട്ടി നോക്ക്. നമുക്ക് നോക്കാം ആർക്കാ കൂടുതൽ ശക്തിയുള്ളത്. പത്തലു, ഞാൻ അതിന് വെള്ളത്തിലല്ല നിൽക്കുന്നത്, ഭൂമിയിലാണ് നിൽക്കുന്നത്. എന്റെ മോട്ടു, ഞാൻ അവനെ മൂപ്പിക്കാൻ പറഞ്ഞതാ. ആണോ? എന്നാ ശരി വലിയേട്ടാ, ഇപ്പൊ തന്നെ ഇവന്റെ പണി തീർത്ത് കാണിച്ചു തരാം ഞാൻ. Watch India's largest kids library only on Jio Hotstar. Download the app now.